സൈബർ ഫെമിനിസത്തിനെ കുറിച്ചാണ്. സൈബർ ഫെമിനിസം ലിംഗഭേദത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും മേഖലകളെ സംയോജിപ്പിച്ച് വിശകലനം ചെയ്യുന്നു. സാങ്കേതികവിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും അതിവേഗമുള്ള വികാസഘട്ടത്തിലാണ് സൈബർ ഫെമിനിസം ആവിർഭവിച്ചത്. വ്യക്തിശാക്തീകരണവും സ്ത്രീകളുടെ അനുഭവങ്ങളുടെ വൈവിധ്യവും ഫെമിനിസത്തിൻ്റെ അടിസ്ഥാനമാക്കി പരക്കെ കണക്കാക്കപ്പെടുന്നു. സൈബർ സാംസ്കാരിക പഠനങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെയും യന്ത്രത്തിൻ്റെയും സങ്കര സൃഷ്ടിയായ സൈബോർഗ് എന്ന കൽപ്പന അവതരിപ്പിച്ച ഡോണോ ഹാർവേയുടെ നിരീക്ഷണങ്ങൾ സൈബർ ഫെമിനിസത്തിൻ്റെ രൂപീകരണത്തിന് ശക്തമായ പ്രേരണയായി. അപ്പോൾ ഒരു പുതിയ പദം സൈബോർഗ് അത് അവതരിപ്പിച്ചത് ഡോണോ ഹാർവേ എന്ന സൈദ്ധാന്തികയാണ്. സ്ത്രീകളെ പ്രകൃതിയോടും അതിൻ്റെ സൗന്ദര്യത്തോടും ബന്ധപ്പെടുത്തുന്ന രീതിയെ നിരാകരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പ്രകൃതിയോടുള്ളതിനേക്കാൾ സാമ്യവും അടുപ്പവും സാങ്കേതികതയോടെയാണെന്ന് ഡോണോ ഹാർവേ അഭിപ്രായപ്പെട്ടു. വംശം, വർഗം എന്നിവയുടെ പരമ്പരാഗത അതിർവരമ്പുകളെ മറികടക്കുന്ന ഒരു പുതിയ തരം ഫെമിനിസ്റ്റ് കർത്തൃത്വത്തിൻ്റെ രൂപമായി യന്ത്രത്തിൻ്റെയും ജീവിയുടെയും സങ്കര ഇനമായ സൈബോർഗിൻ്റെ രൂപം ഹാർവേ ഉപയോഗിക്കുന്നു. പാശ്ചാത്യ ചിന്തയെ ദീർഘകാലമായി രൂപപ്പെടുത്തിയിട്ടുള്ള ദ്വൈതവാദത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് മാർഗത്തെയാണ് സൈബോർഗ് പ്രതികരിക്കുന്നത്. പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അതുപോലെ മനുഷ്യൻ അല്ലെങ്കിൽ മൃഗം, ജീവി അല്ലെങ്കിൽ യന്ത്രം, പൊതു അല്ലെങ്കിൽ സ്വകാര്യം തുടങ്ങിയ അതിർവരമ്പുകൾ ലഘൂകരിക്കുന്നതിലൂടെ സൈബോർഗ് സ്വത്വത്തിനും രാഷ്ട്രീയത്തിനും പുതിയ സാധ്യതകൾ തുറക്കുന്നു. ഉദാഹരണത്തിന്, നൂതന സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ നാം എല്ലാവരും ഇതിനകം തന്നെ ഒരർത്ഥത്തിൽ സൈബോർഗികളാണെന്ന് വാദിക്കുന്നു. ഇൻ്റർനെറ്റ്, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയെ ആശ്രയിക്കുന്നതിന് ലോകമെമ്പാടും പരസ്പരവുമായുള്ള നമ്മുടെ ബന്ധത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. ഈ സൈബോർഗ് അസ്തിത്വം നിയന്ത്രിത ലിംഗവിഭാഗങ്ങൾക്ക് അപ്പുറത്തേക്ക് നീങ്ങാനും സാമൂഹിക ഘടനയുടെ പുതിയ രൂപങ്ങൾ സംഘടിപ്പിക്കാനും നമ്മെ അനുവദിക്കുമെന്ന് ഹാർവേ വിശദമാക്കുന്നു. വെർജീനിയ ബാരറ്റ്, ജൂലിയാന പിയേഴ്സ്, ജോസഫൈൻ ബാറ്റ്മാൻ എന്നീ സ്ത്രീ കലാകാരികളുടെ കൂട്ടായ്മയായ VNS മാട്രിക്സ് സൈബർ ലോകത്തെ സ്ത്രീകൾക്കായി സൈബർ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കി. ഇപ്പോൾ പുതിയൊരു വാക്ക് സൈബർ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ, VNS മാട്രിക്സ് എന്നിവ. സാങ്കേതിക ജ്ഞാനത്തിലൂടെ സ്ത്രീകൾക്ക് ആധിപത്യം ലഭിക്കുന്ന ഒരു ലോകത്തെയാണ് VNS മാട്രിക്സ് വിഭാവനം ചെയ്യുന്നത്. സൈബർ സ്പേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷാധിപത്യത്തെ അവർ ചോദ്യം ചെയ്തു. സാങ്കേതിക മേഖലകളിൽ സ്ത്രീ സാന്നിധ്യം ശക്തമാക്കാൻ വേണ്ട ആശയ പ്രചാരണവും ഇവർ നിർവഹിച്ചു. സ്ത്രീ ശരീരത്തിൽ ഉദ്യോഗജനമായി ഒന്നുമില്ലെന്നും അവർ ആശയ പ്രചരണത്തിലൂടെ പ്രഖ്യാപിച്ചു. സ്ത്രീ ശരീരം കരുത്തിൻ്റെയും സാധ്യതയുടെ ഇടമാണെന്ന പ്രവണതയെ പ്രതിരോധിച്ചു എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുന്നു. സാങ്കേതികവിദ്യ എങ്ങനെ സ്ത്രീകളുടെ അടിച്ചമർത്തലിൻ്റെയും വിമോചനത്തിൻ്റെയും ഒരു ഉപകരണമാകാമെന്ന് സൈബർ ഫെമിനിസം പരിശോധിക്കുന്നു. പുരുഷാധിപത്യ സംവിധാനങ്ങൾ സാങ്കേതികവിദ്യ പലപ്പോഴും ലിംഗവിവേചനപരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതികളെ സൈബർ ഫെമിനിസം വിമർശിക്കുന്നു. ഇതിന് മറുപുറം എന്നോണം സ്ത്രീകൾക്ക് സ്വയം ശാക്തീകരണത്തിന് സാങ്കേതിക വിദ്യകളെ എങ്ങനെ അട്ടിമറിക്കാൻ കഴിയുമെന്നും സൈബർ ഫെമിനിസ്റ്റുകൾ അന്വേഷിക്കുന്നു. രാഷ്ട്രീയമായി സംഘടിപ്പിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക, ഓൺലൈനിൽ ഫെമിനിസ്റ്റ് ഇടങ്ങൾ സൃഷ്ടിക്കുക, ലിംഗഭേദത്തെയും ലൈംഗികതയും കുറിച്ചുള്ള പരമ്പരാഗത ആശയങ്ങൾ വെല്ലുവിളിക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സോഷ്യലിസ്റ്റ് മീഡിയകൾ ഒരു ഭാഗത്ത് സ്ത്രീവിരുദ്ധമായ ആശയങ്ങളുടെ പ്രചാരണത്തിന് വഴിയൊരുക്കുന്നു എങ്കിലും മറുഭാഗത്ത് ഫെമിനിസ്റ്റ് ആശയ പ്രചാരണത്തിലുള്ള നിർണായകമായ ഉപാധികളായി അവ മാറുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സ്ഥിരമായ കൽപ്പങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെ സൈബർ ഫെമിനിസ്റ്റുകൾ പ്രത്യേക താല്പര്യത്തോടെ നിരീക്ഷിക്കുന്നു. ഓൺലൈൻ ഇടങ്ങളിൽ വ്യക്തികൾക്ക് പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ലിംഗഭേദവും സ്വത്വവും പരീക്ഷിക്കാൻ സാധിക്കും. ഇത് ലിംഗഭേദത്തെ സഹജമായിട്ടുള്ള ഒന്നായി കാണുന്നതിനേക്കാൾ സാഹചര്യങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണെന്ന് വാദിക്കുന്ന ഉത്തരാധുനിക ഫെമിനിസ്റ്റ് സിദ്ധാന്തങ്ങളുമായി യോജിച്ചു പോരുന്നു. ഉദാഹരണത്തിന്, ഓൺലൈൻ ഗെയിമുകളിൽ ഉപയോക്താക്കൾക്ക് അവരുടെ യഥാർത്ഥ ലിംഗസ്വത്വത്തിൽ നിന്ന് വിഭിന്നമായ അവതാർ സൃഷ്ടിക്കാൻ സാധിക്കും. വ്യത്യസ്ത ലിംഗസ്വത്വങ്ങളെ പരീക്ഷിക്കാനുള്ള ഈ സാധ്യത വിമോചനം നൽകുകയും ലിംഗഭേദത്തെക്കുറിച്ചുള്ള സാമ്പ്രദായിക ആശയങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യും. സൈബർ ഫെമിനിസത്തിന് കലകൾ ശക്തമായ സാന്നിധ്യമുണ്ട്. ഡിജിറ്റൽ ആർട്ട്, ഹാക്ടിവിസം, സൈബർ ആർട്ട് ഇൻസ്റ്റലേഷനുകൾ എന്നിവയിലൂടെ ലിംഗമാനദണ്ഡങ്ങളെ വിശകലനം ചെയ്യുന്നത് ഇതിന് ഉദാഹരണമാണ്. ജനാധിപത്യ വീക്ഷണം പുലർത്തുന്ന സാങ്കേതിക വിദ്യാലോകം മുന്നോട്ട് വയ്ക്കുന്ന രീതികൾ അംഗീകരിക്കുന്നതിന് പകരം ഫെമിനിസ്റ്റ് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാങ്കേതിക വിദ്യയുടെ പുനർനിർമ്മാണവും നടത്തുന്നതിനായി ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നു. ഫെമിനിസ്റ്റ് കോഡിംഗ് ഭാഷകൾ സൃഷ്ടിക്കുക, സ്ത്രീകളുടെ നിർദ്ദിഷ്ട ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുക, ലൈംഗിക പീഡനം രേഖപ്പെടുത്തുന്നതിനും നേരിടുന്നതിനും സാങ്കേതികവിദ്യ ഉപയോഗിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓൺലൈൻ കൂട്ടായ്മകളും നെറ്റ്വർക്കുകളും സൈബർ ഫെമിനിസത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. പരമ്പരാഗത പുരുഷാധിപത്യ ഘടനകൾക്ക് പുറത്തുള്ള വിഭവങ്ങൾ, പിന്തുണ എന്നിവ പങ്കിടാൻ ഈ ഇടങ്ങൾ അവസരം നൽകുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങൾക്ക് സുരക്ഷിതമായ ഇടം നൽകാനും ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ
അതിർത്തികൾക്കപ്പുറത്തേക്ക് ഫെമിനിസ്റ്റുകൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാനും നവമാധ്യമ ശൃംഖലകൾക്ക് കഴിയും. അതേസമയം ഇത്തരം ഇടങ്ങൾ നിലവിലുള്ള അസമത്വങ്ങൾ പുനർനിർമ്മിക്കാനുള്ള സാധ്യതയേകുന്നതിനെക്കുറിച്ചുള്ള ബോധം ഫെമിനിസ്റ്റുകൾക്കുണ്ട്. ലിംഗഭേദത്തിനോടൊപ്പം വംശം, വർഗം, ലൈംഗികത തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കുന്ന സംയോജിത സമീപനങ്ങളുടെ ആവശ്യകത സൈബർ ഫെമിനിസം ഊന്നിപ്പറയുന്നു. ആദ്യകാല സൈബർ ഫെമിനിസം വെളുത്ത പാശ്ചാത്യ മധ്യവർഗ സ്ത്രീകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വംശം, വർഗം, ആഗോള സമത്വം എന്നിവയുടെ പ്രശ്നങ്ങൾ അവഗണിക്കുകയും ചെയ്തതായി വിമർശനമുണ്ട്. ഇനി സൈബർ ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പറയുന്ന സൈദ്ധാന്തികളുടെ പേരും അവരുടെ പ്രശസ്തമായ പുസ്തകങ്ങളെ പറ്റിയും പേരുകൾ ആദ്യം പറയാം. ഡോണോ ഹാർവേ. 1 ഡോണോ ഹാർവേ, 2 സാഡി പ്ലാന്റ്, 3 സാൻഡി സ്റ്റോണി, 4 വില്യം ഗിബ്സൺ, 5 മാർഗരറ്റ് ആറ്റ്വുഡ്, 6 മാർഗെ പിയസ്, 7 നവോമി ആൾഡർമാൻ, 8 മസാമുൻ ഷിറോ. വാക്കുകൾ ഒന്നുകൂടെ: ഡോണോ ഹാർവേ, സാഡി പ്ലാന്റ്, സാൻഡി സ്റ്റോണി, വില്യം ഗിബ്സൺ, മാർഗരറ്റ് ആറ്റ്വുഡ്, മാർഗെ പിയസ്, നവോമി ആൾഡർമാൻ, മസാമുൽ ഷിറോ. ഇനി ഇവരുടെ ഓരോരുത്തരുടെയും പുസ്തകങ്ങൾ, പ്രശസ്തമായ പുസ്തകങ്ങൾ. ഡോണോ ഹാർവേയുടേതാണെങ്കിൽ എ മാനിഫെസ്റ്റോ ഓഫ് സൈബോർഗ്. സാഡി പ്ലാന്റിൻ്റെ പ്രശസ്തമായ പുസ്തകം സീറോസ് പ്ലസ് വൺസ്, ഡിജിറ്റൽ വുമൺ ആൻഡ് ദി ന്യൂ ടെക്നോകൾച്ചർ. ഡിജിറ്റൽ വുമൺ ആൻഡ് ദി ന്യൂ ടെക്നോകൾച്ചർ. സാൻഡി സ്റ്റോണിയുടെ പുസ്തകം ദി എംപയർ സ്ട്രൈക്സ് ബാക്ക്, എ പോസ്റ്റ് ട്രാൻസാക്ഷണൽ മാനിഫെസ്റ്റോ. വില്യം ഗിബ്സന്റെ 2 പുസ്തകങ്ങളെ പറ്റി പറയാറുണ്ട്: ന്യൂറോമാൻസറും പാറ്റേൺ റെക്കഗ്നീഷൻ. മാർഗരറ്റ് ആറ്റ്വുഡ് ദി ഹാൻഡ് മെയ്ഡ് ടെയിൽ. മാർഗെ പിയസ് ഹി, ഷീ ആൻഡ് ഇറ്റ്. നവോമി ആൾഡർമാൻ ദി പവർ. മസാമുൻ ഷിറോ ഗോസ്റ്റ് ഇൻ ദ ഷെൽ. പ്രശസ്തമായ പുസ്തകങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡോണോ ഹാർവേ, സാഡി പ്ലാന്റ്, സാൻഡി സ്റ്റോണി, വില്യം ഗിബ്സൺ, മാർഗരറ്റ് ആറ്റ്വുഡ്, മാർഗെ പിയസ്, നവോമി ആൾഡർമാൻ, മസാമുൻ ഷിറോ എന്നിവരാണ് പ്രശസ്തമായ ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ. അതിൽ ഓരോരുത്തരെ പറ്റിയും പറയാം. ഡോണോ ഹാർവേയുടെ പ്രശസ്തമായ പുസ്തകം എ മാനിഫെസ്റ്റോ ഓഫ് സൈബോർഗ്. അതിൽ സൈബർ ഫെമിനിസത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കൃതിയായി അതിനെ കണക്കാക്കുന്നുണ്ട്. ലിംഗപരവും മനുഷ്യ സാങ്കേതികമായ ബന്ധത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ആശയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സൈബോർഗിൻ്റെ രൂപത്തിലൂടെ ഫെമിനിസ്റ്റ് സ്വത്വത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി ഹാർവേ വാദിക്കുന്നു. സീറോസ് പ്ലസ് വൺസ്, ഡിജിറ്റൽ വുമൺ ആൻഡ് ദി ന്യൂ ടെക്നോകൾച്ചർ എന്ന പുസ്തകത്തിലൂടെ പ്രശസ്തയായ ബ്രിട്ടീഷ് സാംസ്കാരിക സൈദ്ധാന്തികൻ സാഡി പ്ലാന്റ് ഡിജിറ്റൽ സാങ്കേതികവിദ്യ അടിസ്ഥാനപരമായി സ്ത്രീ സ്വഭാവമുള്ളതാണെന്ന് വാദിച്ചു. പ്ലാന്റ് സ്ത്രീകളും സാങ്കേതികവിദ്യയും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നു. 1991 രൂപീകൃതമായ വീനസ് മാട്രിക്സ് എന്ന ഓസ്ട്രേലിയൻ കൂട്ടായ്മ പ്രകോപനപരമായ ഡിജിറ്റൽ കലയും മാനിഫെസ്റ്റോയും സൃഷ്ടിച്ചു. ഇത് ആദ്യകാല സൈബർ ഫെമിനിസത്തെ നിർവചിക്കാൻ സഹായിച്ചു. സാങ്കേതികവിദ്യയുടെ പുരുഷാധിപത്യത്തെ വെല്ലുവിളിക്കാൻ അവരുടെ കൃതികൾ പലപ്പോഴും വിരോധാഭാസവും നർമ്മവും ഉപയോഗിച്ചു. മൂന്നാമതായി അമേരിക്കൻ അക്കാദമികയും കലാകാരിയുമായ സാൻഡി സ്റ്റോണിയുടെ ദി എംപയർ സ്ട്രൈക്സ് ബാക്ക്, എ പോസ്റ്റ് ട്രാൻസാക്ഷണൽ മാനിഫെസ്റ്റോ എന്ന ഉപന്യാസം ട്രാൻസ്ജെൻഡർ പഠനത്തിലും സൈബർ ഫെമിനിസത്തിലും സ്വാധീനം ചെലുത്തി. ലിംഗഭേദം, സാങ്കേതികവിദ്യ, സ്വത്വം എന്നിവയുടെ പരസ്പര ബന്ധം അന്വേഷിക്കുന്ന വിവിധ ലോക സാഹിത്യ കൃതികൾ സൈബർ ഫെമിനിസ്റ്റ് ആശയങ്ങൾ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. നാലാമതായി വില്യം ഗിബ്സന്റെ ന്യൂറോമാൻസർ എന്ന കൃതി സൈബർ ഫെമിനിസ്റ്റ് വ്യവഹാരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിലെ മോളി എന്ന കഥാപാത്രം സൈബർ ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. മോളിയുടെ സാങ്കേതിക പരിഷ്കാരങ്ങൾ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അതിർത്തി കുറയ്ക്കുകയും പരമ്പരാഗത ലിംഗപരമായ റോളുകളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തെയും അസ്ഥിരതയും ചഞ്ചലതയും പ്രകടമാകുന്ന ഒരു മേഖലയിൽ എന്ന നിലയിൽ സൈബർ സ്പേസിനെ കുറിച്ചുള്ള നോവലിൻ്റെ നിരീക്ഷണം സ്ഥിരസത്വങ്ങൾ തകർക്കാനുള്ള സാങ്കേതികവിദ്യയുടെ സാധ്യതയെക്കുറിച്ചുള്ള സൈബർ ഫെമിനിസ്റ്റ് ആശയങ്ങളെ പ്രതിഫലിക്കുന്നു. എന്നിരുന്നാലും നോവലിൻ്റെ സൈബർ ഫെമിനിസ്റ്റ് വായനകൾ ലിംഗഭേദത്തെ വിമർശിക്കുന്നു. വില്യം ഗിബ്സന്റെ മറ്റൊരു പുസ്തകമാണ് പാറ്റേൺ റെക്കഗ്നീഷൻ. ആ പ്രസ്തുത നോവലിൽ സ്വത്വത്തിനും സംസ്കാരത്തിനും സാങ്കേതികവിദ്യയുടെ സ്വാധീനം, സ്വത്വത്തിൻ്റെ അസ്ഥിരത, ദൈനംദിന ഡിജിറ്റൽ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട സ്വാധീനം തുടങ്ങിയ സൈബർ ഫെമിനിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുന്നു. ഉപഭോക്തൃ സംസ്കാരത്തെക്കുറിച്ചും ഡിജിറ്റൽ യുഗത്തിൻ്റെ സ്വത്വത്തിൻ്റെ ചരക്കുവൽക്കരണത്തെക്കുറിച്ചുമുള്ള സൈബർ ഫെമിനിസ്റ്റ് വിമർശനമായി ഈ കൃതിയെ നമുക്ക് വായിച്ചെടുക്കാം. ഇനി അഞ്ചാമതായി മാർഗരറ്റ് ആറ്റ്വുഡിനെ പറ്റിയാണ്. മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ ദി ഹാൻഡ് മെയ്ഡ് ടെയിൽ,
എന്ന ഡിസ്റ്റോപ്പിയൻ നോവൽ നിരീക്ഷണത്തിനും പ്രത്യുൽപാദന നിയന്ത്രണത്തിനും സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഒരു ദിവ്യാധിപത്യ ഭരണത്തിലൂടെ സ്ത്രീകളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭാവി വിവരിക്കുന്നു. പ്രത്യക്ഷത്തിൽ സൈബർ ഫെമിനിസ്റ്റ് അല്ലെങ്കിലും സൈബർ ഫെമിനിസത്തിൻ്റെ കേന്ദ്രമായ പുരുഷാധിപത്യ അധികാരം നടപ്പിലാക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന് നോവൽ വിമർശിക്കുന്നു. ഇനി ആറാമതായി മാർഗേ പിയേഴ്സിനെ പറ്റിയാണ്. മാർഗേ പിയേഴ്സിൻ്റെ ഹി, ഷീ ആൻഡ് ഇറ്റ് എന്ന നോവൽ സൈബർ ഫെമിനിസ്റ്റ് ആശയങ്ങളുമായി നേരിട്ട് ഇടപെടലാണ്. തൻ്റെ കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ ഒരു സൈബർ സൃഷ്ടിക്കുന്ന ഒരു വനിതാ ശാസ്ത്രജ്ഞരുടെ കഥയാണ് ഇത് അവതരിപ്പിക്കുന്നത്. മനുഷ്യരും യന്ത്രവും തമ്മിലുള്ള ബന്ധം, ലിംഗഭേദവും സാങ്കേതികവിദ്യയും തമ്മിലുള്ള ബന്ധം, നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികത എന്നിവ നോവൽ വിശകലനം ചെയ്യുന്നു. സാങ്കേതികവിദ്യ എങ്ങനെ നിയന്ത്രണത്തിലുള്ള ഉപകരണവും ശാക്തീകരണത്തിലുള്ള മാർഗവുമാകാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്നതിനെ മുൻനിർത്തിയുള്ള ഡോണോ ഹാർവിയുടെ ആശയങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഏഴാമതായി നവോമി ആൾഡർമാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നവോമി ആൾഡർമാൻ്റെ ദി പവർ എന്ന നോവൽ സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ നിന്ന് വൈദ്യോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്ന ഒരു ലോകത്തെ സങ്കല്പിക്കുന്നു. സാങ്കേതികവിദ്യയിലൂടെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള സൈബർ ഫെമിനിസ്റ്റ് ആശയങ്ങളുടെ മൂർത്തരൂപമായി ഇതിനെ കാണാം. സാങ്കേതിക പരിണാമത്തിൻ്റെ ഒരു രൂപത്തിലൂടെ പരമ്പരാഗത ലിംഗ ചലനാത്മകത വിപരീതമാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോവൽ പരിശോധിക്കുന്നു. സൈബർ ഫെമിനിസ്റ്റ് വ്യവഹാരത്തിൻ്റെ കേന്ദ്രമായ അധികാരത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇത് ചോദ്യങ്ങൾ ഉയർത്തുന്നു. എട്ടാമതായി മസാമൻ ഷിറോയുടെ ഗോസ്റ്റ് ഇൻ ദ ഷെൽ എന്ന ജപ്പാനീസ് സീരീസ് ഒരു സർക്കാർ സുരക്ഷാ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന സൈബോർഗായ മേജർ മൊട്ടാക്കോ കുസനാഗിയെ കേന്ദ്രീകരിക്കുന്നു. ബോധം, സ്വത്വം, മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അതിർവരമ്പുകളുടെ മങ്ങൽ എന്നിവ ചർച്ച ചെയ്യുന്നു. പരമ്പരാഗത ലിംഗനിർണ്ണയത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായി സൈബോർഗിനെ കുറിച്ചുള്ള സൈബർ ഫെമിനിസ്റ്റ് ആശയങ്ങളുമായി മേജർ കുസനാഗിയുടെ പോരാട്ടങ്ങൾ പ്രതിധ്വനിക്കുന്നു. ഇതുകൂടാതെ സ്റ്റിഗ് ലാർസൺ എഴുതിയ ദ ഗേൾ വിത്ത് ദി ഡ്രാഗൺ ടാറ്റു മെലിസ സ്കോട്ട് എഴുതിയ ട്രബിൾ ആൻഡ് ഹർ ഫ്രണ്ട്സ് എന്നിവ സൈബർ ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്രദ്ധേയമായ കൃതികളാണ്. ഇനി നമ്മുടെ മലയാള സാഹിത്യത്തിൽ സൈബർ ഫെമിനിസം എങ്ങനെയാണെന്ന് ചെറിയ വിവരണമാണ്. അതിലൊന്നാമതായി പറയുന്നത് അംബികാസുധൻ മാങ്ങാടിനെ പറ്റിയാണ്. അംബികാസുധൻ മാങ്ങാട് എഴുതിയ എൻമകജെ എന്ന നോവൽ പ്രധാനമായും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ ആധുനിക സാങ്കേതികവിദ്യയുടെയും വ്യവസായവൽക്കരണത്തിൻ്റെ സ്വാധീനത്തെ സ്പർശിക്കുന്നു. മുതലാളിത്ത താല്പര്യങ്ങളാൽ നയിക്കപ്പെടുന്ന സാങ്കേതിക മുന്നേറ്റങ്ങൾ പലപ്പോഴും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കഥ വിമർശിക്കുന്നു. രണ്ടാമതായി ബെന്യാമിൻ്റെ നോവലിനെ പറ്റിയാണ്. ബെന്യാമിൻ എഴുതിയ മഞ്ഞവെയിൽ മരണങ്ങൾ ആഗോളവൽക്കരണത്തിൻ്റെയും ആധുനികതയുടെയും പ്രത്യാഘാതങ്ങൾ കേരള സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം വിശകലനം ചെയ്യുന്നു. സൈബർ ഫെമിനിസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിലും ആധുനിക സാങ്കേതികവിദ്യയുടെയും ആഗോള ബന്ധങ്ങളും സ്വത്വങ്ങളും ലിംഗചലനാത്മകതയും എങ്ങനെ പുനർനിർമ്മിക്കുന്നുവെന്ന് അന്വേഷിക്കുന്നു. വ്യക്തിഗത ജീവിതത്തിൽ ആഗോള സാങ്കേതികവിദ്യയുടെ സ്വാധീനവും സാങ്കേതിക സംവിധാനങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ചുള്ള സൈബർ ഫെമിനിസ്റ്റ് ആശയങ്ങളുമായി യോജിക്കുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ഭൂപ്രകൃതിയിൽ ആധുനിക സാങ്കേതികവിദ്യകൾ വ്യക്തി സ്വത്വത്തെയും ലിംഗപരമായ റോളുകൾ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഇത് പ്രതിഫലിക്കുന്നു. ഇനി കൽപ്പറ്റ നാരായണൻ്റെ കൃതികളെ പറ്റിയാണ്. മൂന്നാമതായി സാങ്കേതികവിദ്യ ലിംഗപരമായ റോളുകളെയും ബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നത് ഉൾപ്പെടെ ആധുനിക ജീവിതത്തിൻ്റെ സങ്കീർണതകളെ കൽപ്പറ്റ നാരായണൻ്റെ കൃതികൾ പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക മാറ്റങ്ങൾ വരുത്തിയ ഉത്കണ്ഠകളെയും പരിപ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രതിഫലിപ്പിക്കുന്നു. സൈബർ ഫെമിനിസ്റ്റ് സിദ്ധാന്തവുമായി വ്യക്തമായി ഇടപെടുന്നില്ലെങ്കിലും സാങ്കേതികവിദ്യ കേരള സമൂഹത്തിലെ സാമൂഹിക ചലനാത്മകതയും ലിംഗപരമായ റോളുകളെയും എങ്ങനെ മാറ്റുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മൾ വ്യക്തത നൽകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ സൈദ്ധാന്തികരുടെ പേരും കൃതികൾ ഒന്നുകൂടെ: ഡോണോ ഹാർവേ, സാഡി പ്ലാന്റ്, സാൻഡി സ്റ്റോണി, വില്യം ഗിബ്സൺ, മാർഗരറ്റ് ആറ്റ്വുഡ്, മാർഗേ പിയേഴ്സ്, നവോമി ആൾഡർമാൻ, മസാമുൻ ഷിറോ. അവരുടെ കൃതികൾ: ഡോണോ ഹാർവിയുടെ ദ മാനിഫെസ്റ്റോ ഓഫ് സൈബോർഗ്, സാഡി പ്ലാന്റിൻ്റെ സീറോസ് ആൻഡ് വൺസ്, ഡിജിറ്റൽ വുമൺ ആൻഡ് ദി ന്യൂ ടെക്നോകൾച്ചർ, സാൻഡി സ്റ്റോണിയുടെ ദ എംപയർ സ്ട്രൈക്സ് ബാക്ക്, എ പോസ്റ്റ് ട്രാൻസാക്ഷണൽ മാനിഫെസ്റ്റോ. വില്യം ഗിബ്സൻ്റെ രണ്ട് കൃതികളാണ് ന്യൂറോമാൻസറും പാറ്റേൺ റെക്കഗ്നീഷനും. മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ ദി ഹാൻഡ് മെയ്ഡ് ടെയിൽ, മാർഗേ പിയേഴ്സിൻ്റെ ഹി, ഷീ ആൻഡ് ഇറ്റ്, നവോമി ആൾഡർമാൻ്റെ ദി പവർ, മസാമുൻ ഷിറോയുടെ ഗോസ്റ്റ് ഇൻ ദ ഷെൽ. ഇത് കൂടാതെ സ്റ്റിഗ് ലാർസൺ എഴുതിയ ദി ഗേൾ വിത്ത് ഡ്രാഗൺ ടാറ്റു, മെലിസ സ്കോട്ട് എഴുതിയ ട്രബിൾ ആൻഡ് ഹർ ഫ്രണ്ട്സ് എന്നിവയും നമുക്ക് പറയാം.